വെൽക്കം ടു ജസീസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാം. അതിനുവേണ്ടി അവലൻ എടുത്തിരിക്കുന്നത് അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്തിട്ട് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആവരുത്. ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ദശകട്ടിൽ മീനാണ് നല്ലത്. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫിഷ് പകുതി വേവായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അധികം മുരിയുണ്ട കറിക്ക്. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവോള കനം കുറഞ്ഞിട്ട് അരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റണം. സവോള ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടതിന് ശേഷം ഒരു നാളികേരത്തിൻ്റെ 1/4 പാലും 2/4 പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 2/4 പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് വേപ്പില, 2 പച്ചമുളക് കീറിയതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കറി അടച്ചു വയ്ക്കാം. കറി നന്നായി തള്ള വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. തള വരുമ്പോൾ അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് കറി നമുക്കൊന്ന് ചിറ്റിച്ചെടുക്കാം. കയ്യിലിട്ടുണ്ടെങ്കിൽ ഫിഷ് ആകെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിറ്റിച്ചെടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലിട്ട് നമുക്കിനി നേരത്തെ എടുത്ത് വെച്ചാൽ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഒരു തള വന്നതിന് ശേഷം 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.